ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഡിജിറ്റൽ ടെക്. അപ്പൊ നമ്മുടെ SSLC ICTയുടെ ചാപ്റ്റർ 3യുടെ 2-3 മോഡൽ ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ പറയുന്നത്. നമുക്കൊരു പ്രോഗ്രാം തന്നിട്ടുണ്ട്. അതിന്റെ ഔട്ട്പുട്ട് എന്താണ് നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. അവർ പറയുന്ന 0 up to 49 വരെ ഉള്ളത് 0 1 2 3 അങ്ങനെ 49 വരെ കിട്ടും എന്നാണ് പറയുന്നത്. 0 2 4 up to 48 വരെ ആക്കുക. അപ്പൊ മനസ്സിലായി, നമുക്ക് ഈവൻ നമ്പേഴ്സ് ആക്കണം. അപ്പൊ നമുക്ക് ആദ്യം ഔട്ട്പുട്ട് ഒന്ന് നോക്കാം. ഈ പ്രോഗ്രാം നമ്മൾ നമ്മുടെ ഐഡിയലിക്കകത്ത് ടൈപ്പ് ചെയ്യാൻ പോവാണ്. അപ്പൊ ഞാൻ ഐഡിയലി ഓപ്പൺ ചെയ്യാണ്. ഐഡിയലി നമ്മൾ സെർച്ച് ചെയ്യുക. അപ്പൊ നമുക്ക് ഐഡിയലി ഓപ്പൺ ആയി വന്നു. ഈ ഫയലിനകത്ത് നമ്മൾ പുതിയൊരു ന്യൂ ഫയൽ എടുത്തിട്ട് വേണം ടൈപ്പ് ചെയ്യാന്. അപ്പൊ എന്തൊക്കെയാ, നമുക്ക് പ്രോഗ്രാം എടുത്ത് ഇങ്ങോട്ട് വെക്കുക. നമ്മുടെ ക്വസ്റ്റ്യൻ കാണുമല്ലോ, ആ ക്വസ്റ്റ്യൻ നമ്മൾ എടുത്ത് ഇങ്ങോട്ട് വെക്കണം. ഓക്കെ, എന്നിട്ട് നമ്മൾ ടൈപ്പ് ചെയ്യാം I is equal to 0, എന്റർ അടിക്കുക. while I less than 50, 50ൽ താഴെയാണ് വരുന്നത്. while കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യണം, കോളൻ ഇടണം. 2 കുത്ത് ഷിഫ്റ്റ് പ്രസ് ചെയ്തുകൊണ്ട് കോളനും സെമി കോളനും ഉള്ള കീയിൽ അടിക്കുക. ദെൻ അപ്പൊ തന്നെ എന്ത് ചെയ്തു, ഇൻഡന്റ് ആയിട്ട് വന്നിട്ടുണ്ട്. I is equal to I plus 1. നമുക്ക് തെറ്റിക്കാനായിട്ട് ഇൻഡന്റ് തരാതൊക്കെ ഇങ്ങനെ ഡയറക്റ്റ് ഒക്കെ തരും കേട്ടോ. അപ്പൊ നമ്മൾ ശ്രദ്ധിച്ചോണം. then print I. ഈ I equal to 0യും while മാത്രം ഒരേ ലൈനിൽ വരും, ബാക്കിയുള്ളത് ഇൻഡന്റ് അകത്തേക്കാണ് വരുന്നത്. അപ്പൊ നമുക്ക് സേവ് ചെയ്യാം. റൺ മൊഡ്യൂൾ ആയിരിക്കുമ്പോൾ സേവ് ചെയ്യുന്ന ഓപ്ഷൻ വരും. ഇവിടെ നമുക്ക് എവിടെയാണോ സേവ് ചെയ്യേണ്ടത് ആ ഒരു ലൊക്കേഷൻ നമ്മൾ സെലക്ട് ചെയ്യണം. ഇപ്പൊ നമുക്ക് എക്സാം 10 പ്രോഡക്റ്റ് എന്ന് പറഞ്ഞിട്ടൊരു സംഭവം തരും, അതിലേക്കാണ് നമ്മൾ കൊടുക്കേണ്ടത്. ഇപ്പൊ ഞാൻ അപ്പു എന്ന് പറയുന്ന ഒരു ഫോൾഡറിലേക്ക് സേവ് ചെയ്യാണ്. അപ്പം ഫയൽ നെയിം എന്ന് പറയുമ്പോൾ നിങ്ങൾ സേവ് ചെയ്യേണ്ട രീതിയിൽ തന്നെ ആക്കി തരാം. 10A റോൾ നമ്പർ 26 _ നമ്പർ. നിങ്ങൾക്ക് ഇപ്രാവശ്യം ഇങ്ങനെയാണ് ചെയ്യാനുള്ളത് കേട്ടോ. ചിലപ്പോൾ N ക്യാപിറ്റൽ ആയിരിക്കും. N അടിച്ചു. ഓക്കെ, എന്നിട്ട് നമ്മൾ സേവ് പ്രസ് ചെയ്തു. ഇനി റൺ മൊഡ്യൂൾ അടിക്കുക. ഇനി നമ്മൾ എന്ത് ചെയ്യുക, റൺ മൊഡ്യൂള്. അപ്പൊ നമ്മുടെ സംഭവം എന്തായിട്ട് ഇവിടെ കിടപ്പുണ്ട്. ഇങ്ങനെയാണ് വന്നിരിക്കുന്നത്. എത്രയാണ്, ഞാൻ 2 പ്രാവശ്യം അടിച്ചു. 1 2 3 തൊട്ട് 50 വരെ നമുക്ക് വന്നിട്ടുണ്ട് അല്ലേ. 1 മുതൽ 50 വരെ നമുക്ക് വന്നിട്ടുണ്ട്. ഇനി നമ്മളോട് ക്വസ്റ്റ്യൻ പറഞ്ഞേക്കുന്നത് ഇതെന്ത് ചെയ്യാനാ, ഈവൻ നമ്പേഴ്സിന്റെ രൂപത്തിലാക്കാനാണ് പറഞ്ഞേക്കുന്നത്. ഈവൻ നമ്പേഴ്സ് ആക്കാൻ വേണ്ടി നമുക്ക് എന്ത് മാറ്റം വരുത്തണം, എല്ലാരും നോക്കിയേ. 50 വരെ വരണം അല്ലേ, 50 വരെ 48 വരെ വരണം. അപ്പൊ നമുക്ക് ഇവിടെ എന്ത് ചെയ്യണം, I is equal to I plus 1 എന്നുള്ളത് മാറ്റി I plus 2 എന്നാക്കണം. 2 വീതം കൂടി വരിക. ഓക്കെ, റൺ എടുക്കുക. റൺ മൊഡ്യൂൾ അടിച്ചു, ഓക്കെ അടിച്ചു. അപ്പൊ നോക്ക്, 0 വന്നില്ല, സ്റ്റാർട്ടിങ് 0 ആയിരുന്നു. 2 4 6 8 48 50 വരെ വന്നിട്ടുണ്ട് അല്ലേ. അപ്പൊ ഇവിടെ ഞാൻ ചെയ്യേണ്ടത് ഈ I plus 2നെ ഞാനൊന്ന് കട്ട് ചെയ്തിട്ട് ഇവിടെ വെച്ച് പേസ്റ്റ് ചെയ്തു. ഇനി ഒന്ന് റൺ ചെയ്ത് നോക്കാം. 0 തൊട്ട് വന്നിട്ടുണ്ട്. 0 2 4 6 8 അങ്ങനെ എവിടം വരെ വന്നിട്ടുണ്ട്, നമുക്ക് 48. ഇതാണ് നമ്മുടെ കറക്റ്റ് ഔട്ട്പുട്ട്. മനസ്സിലായോ? ഇങ്ങനെ വേണം ചെയ്യാൻ. അതായത് നമ്മൾ 0 ആണ് ഇനിഷ്യൽ വാല്യൂ സെറ്റ് ചെയ്തത്. ആ 0 ഇവിടെ വരും. ആ ഐക്ക് വരെ എന്ത് വരും, 0 ലെസ് ദാൻ 50 ആണോ എന്ന് ചെക്ക് ചെയ്യും. ആണല്ലോ, അങ്ങനെയാണെങ്കിൽ ആ 0യെ പ്രിന്റ് ചെയ്യും. അതിനുശേഷം 0 എന്ത് ചെയ്യും, 0 plus 2 ആയിട്ട് I എന്ന് പറയുന്നത് 2 ആവും. ആ 2 വീണ്ടും ചെന്നിട്ട് 2 50നേക്കാൾ ചെറുതാണോ എന്ന് നോക്കും. അപ്പൊ ആണ്. അപ്പൊ എന്ത് ചെയ്യും, 2 പ്രിന്റ് ചെയ്യും. അതിനുശേഷം I എന്താവും, 2 plus 2 4 ആവും. ഈ 4 വീണ്ടും മേളിപ്പോകും. ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് നടന്നുകൊണ്ടിരിക്കും. മനസ്സിലായോ? ഇനി നമ്മളോട് ചോദിച്ചിരിക്കുന്ന ക്വസ്റ്റ്യൻ, ഇപ്പൊ ഇവിടെ 50 വരെ കാണണം എന്നുണ്ടെങ്കിൽ നമ്മളൊരു 51 കൊടുത്തിട്ടൊന്ന് റൺ ചെയ്ത് നോക്കിയേ. നമുക്ക് 48 വരെ അല്ലേ കിട്ടിയേ. ഓക്കെ ആണല്ലോ. 0 മുതൽ 50 വരെ പ്രിന്റ് ചെയ്യണമെങ്കിൽ നമ്മളിവിടെ 51 കൊടുക്കണം. ഈ പ്രോഗ്രാം എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഒന്നും കൂടെ ഒന്ന് നോക്കുക. ഇത് നിങ്ങൾക്ക് സ്റ്റെപ്പ് ഒക്കെ തരും. ആദ്യം തന്നേക്കുന്നതാണ് കാര്യം തരുന്നത്. അപ്പൊ നിങ്ങൾ ഇങ്ങനെ ഒന്ന് എഡിറ്റ് ചെയ്യാമെങ്കിൽ കറക്റ്റ് ആയിട്ട് കിട്ടും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്
100 വരെ പ്രിന്റ് ചെയ്യുന്നതാണ്. ഓക്കെ, ഈ ഒരു പ്രോഗ്രാം തന്നെ 100 വരെ പ്രിന്റ് ചെയ്യണം. അപ്പൊ എന്ത് ചെയ്യണം? ഇവിടെ 101, പിന്നെ നമ്മൾ നേരത്തെ i+1 തന്നെയാണ്, 1 2 തൊട്ടാണ് തുടങ്ങുന്നത് അല്ലേ പ്രോഗ്രാം 2 ഓക്കെ. അപ്പൊ നമ്മള് അതായത് 0 മുതൽ 1 മുതലാണെങ്കിൽ 1 കൊടുക്കുക. 1 മുതൽ 100 വരെ പ്രിന്റ് ചെയ്യാനാണ് ക്വസ്റ്റ്യൻ. അപ്പൊ ഇങ്ങനെ ആക്കിയാൽ മതി. 1 മുതൽ 100 വരെ പ്രിന്റ് ചെയ്യണമെങ്കിൽ ഇങ്ങനെ ആക്കുക. റൺ മൊഡ്യൂള്. അപ്പൊ നോക്കിക്കോ, 1 2 3 4 തൊട്ട് ഇവിടം വരെ ഉണ്ട്, 99 വരെ ഉണ്ട്. 100 എന്ന് പറയുമ്പോൾ എന്ത് ചെയ്യണം? ഇവിടെ 101 കൊടുക്കുക. 0 മുതലാണെങ്കിൽ i = 0 കൊടുക്കുക. ക്വസ്റ്റ്യൻ പല രീതിയിൽ ചോദിക്കും, ക്വസ്റ്റ്യൻ അനുസരിച്ച് ആൻസർ ചെയ്യുക. ഇപ്പൊ നോക്കിക്കോ, 0 മുതൽ 100 വരെ പ്രിന്റ് ചെയ്ത് കാണിക്കും. ഓക്കെ ആണല്ലോ, സെറ്റ്. ഇതാണ് നമ്മുടെ ഔട്ട്പുട്ട്. ദെൻ നെക്സ്റ്റ് പ്രോഗ്രാം എന്ന് പറയുന്നത് 0 to 4 തൊട്ട് 48 വരെ പ്രിന്റ് ചെയ്യുന്നത്. 49 48 നമ്മൾ ചെയ്തു നോക്കി. ദെൻ അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് 135 ഈവൻ നമ്പേഴ്സ് വരണം അല്ലേ. അപ്പൊ നമുക്ക് ഓഡ് നമ്പർ ചെയ്യാനും അറിയാം, ഈവൻ നമ്പർ ചെയ്യാനും അറിയാം. ഞാനിപ്പം i+2 കൊടുത്താൽ മതി. 0 സ്റ്റാർട്ട് ചെയ്താൽ നോക്കിക്കോണം. ഇപ്പൊ ഞാൻ 100 കൊടുത്തു. ഈവൻ നമ്പർ കിട്ടുന്നത് എങ്ങനെയാണെന്ന് നോക്കണം. ഇങ്ങനെയാണ് ഈവൻ നമ്പർ കിട്ടുന്നത്. എങ്ങനെ വന്നേക്കുന്നു? 0 to 4 തൊട്ട് എങ്ങനെ വന്നിട്ടുണ്ട്? 98 വരെ വന്നു. നമുക്ക് 100 വരെ വേണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ഇവിടെ 101 കൊടുക്കണം, റൺ ചെയ്യണം. അപ്പൊ നമുക്ക് 100 വരെ വന്നു. ഇനി ഓഡ് നമ്പർ ആണ് ഇവിടുത്തെ ക്വസ്റ്റ്യനിൽ. എന്താ ഓഡ് നമ്പർ? 135 up to 99 വരെ മതി. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? i0 അല്ല i1 കൊടുക്കണം. അതിനുശേഷം 100 ആക്കണം. പിന്നെ i = i+2 തന്നെ, കാരണം 1 ഇവിടെ വന്നിട്ട് അത് കഴിഞ്ഞ് 1+2 വരുമ്പോ 3 വരും. പിന്നെ 3+2 വരുമ്പോ 5 വരും. മനസ്സിലാവുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. i ആണ് ചേഞ്ച് ചെയ്യുന്നത്. ഓക്കെ, നോക്കിക്കോ ഔട്ട്പുട്ട് 1357 up to 99. ഇതുപോലുള്ള ക്വസ്റ്റ്യൻസ് ചോദിക്കാം. ഓക്കെ, ദെൻ ഇത് എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇനി നെക്സ്റ്റ് ഒരു ന്യൂ ഫയൽ എടുക്കാണ്. ഇത് ക്ലോസ് ചെയ്തു. ഇനി നമുക്ക് ഇഫിന്റെ ഒരു ക്വസ്റ്റ്യൻ ചെയ്യാം. ഇപ്പൊ നമ്മൾ വൈൽ ലൂപ്പിന്റെ പ്രോബ്ലംസ് വരുന്നത് ചെയ്തു. ഇനി നമുക്ക് ഇഫിന്റെ കണ്ടീഷൻസ് വരുന്നത് ചോദിക്കാം. അപ്പൊ നിങ്ങൾക്ക് കോഡ് എല്ലാം ഒന്നും തരത്തില്ല, കുറച്ച് നിങ്ങൾ തന്നെ ചെയ്യണം. ഓക്കെ, അപ്പൊ നമുക്ക് ആദ്യം ഒരു ടെമ്പറേച്ചറിന്റെ പ്രോഗ്രാം തന്നെ ചെയ്യാം. temp = int ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുക, ഇൻപുട്ട് ബ്രാക്കറ്റില് ഡബിൾ കോട്ട്സ് ഇടുക, എൻ്റർ ദ ടെമ്പറേച്ചർ. ഓക്കെ, 2 കുത്തും കൂടി ഇട്ടോ. പ്രിന്റ് ചെയ്യുമ്പോൾ അത് കാണിക്കാൻ ഭംഗിക്ക് വേണ്ടി നമ്മൾ അങ്ങനെ കൊടുത്തു. ഇവിടെ INI അല്ല INT ആണ്, ഇന്റ് ആണ്. ഇന്റ് എന്തിനാ യൂസ് ചെയ്യുന്നത്? ഇവിടെ നമ്മൾ ടെമ്പറേച്ചർ എന്നും പറഞ്ഞ് നമ്മളൊരു അക്ഷരത്തിൽ ലെറ്റേഴ്സിലാണ്, സ്ട്രിങ്ങിലാണ് കൊടുത്തേക്കുന്നത്. പക്ഷെ ആ ടെമ്പറേച്ചർ നമ്മുടെ ഔട്ട്പുട്ടിൽ നമ്മൾ ചോദിക്കുമ്പോൾ നമ്മൾ എന്താ നമ്പർ അവിടെ കൊടുക്കുന്നത്. അതിൻ്റെ അകത്ത് ടെമ്പറേച്ചർ എന്ന് ചോദിച്ചാൽ നമ്മൾ ABCD ഒന്നും അല്ല കൊടുക്കുന്നത്. നമ്മൾ എന്താ 100 എന്നോ 50 എന്നോ 70 എന്നോ അങ്ങനെ നമ്പറാണ് കൊടുക്കുന്നത്. അപ്പൊ നമ്പറിലേക്ക് കൺവേർട്ട് ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ ഇന്റ് എന്ന് പറയുന്ന ഫംഗ്ഷൻ യൂസ് ചെയ്യുന്നത്. ഓക്കെ, അതിനുശേഷം ഇഫ് തന്നു. ഇഫിനകത്തൊന്നും തന്നില്ല, നിങ്ങൾക്ക് കണ്ടീഷൻ ഒന്നും തന്നിട്ടില്ല. ദെൻ പ്രിന്റിനകത്ത് ഡബിൾ കോട്ട്സില് ഹൈ ടെമ്പറേച്ചർ തന്നിരിക്കുന്നു. അടുത്തതൊന്നും തന്നിട്ടില്ല. ദെൻ അതിന് താഴെ വീണ്ടും ഈ പ്രിന്റ് തന്നെ നോർമൽ ടെമ്പറേച്ചർ കോപ്പി പേസ്റ്റ് ചെയ്യുകയാണ്. നോർമൽ ടെമ്പറേച്ചർ ആണ്. നോർമൽ ടെമ്പറേച്ചർ. അപ്പൊ ഇങ്ങനെയാണ് ക്വസ്റ്റ്യൻ തന്നേക്കുന്നത്. ഇതിൽ നിങ്ങൾക്ക് ഒരു കണ്ടീഷൻ തന്നിട്ടുണ്ട്. ഇവിടുത്തെ ടെമ്പറേച്ചർ എന്ന് പറയുന്നത് 380 അല്ലെങ്കിൽ ഒരു 180 കൂടുതലുള്ള ആണെങ്കിലാണ് ഹൈ ടെമ്പറേച്ചർ എന്ന് പറഞ്ഞിട്ടുണ്ട്, ക്വസ്റ്റ്യന് തന്നിട്ടുണ്ട്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? കണ്ടീഷനിലേക്ക് കൊടുക്കണം. ഇഫ്
ടെമ്പ് ആണ്. ഞാൻ മേളിൽ ടെമ്പ് തന്നെ കൊടുത്തേക്കുന്നുണ്ട്, ഇവിടെയും ടെമ്പ്. ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 170, 170 കൂടുതലാണെങ്കിൽ ഹൈ ടെമ്പറേച്ചർ ആണ്. അങ്ങനെ പ്രിന്റ് ചെയ്യും. എൽസ് കൊടുക്കണ്ടേ നമ്മള്? ഇഫ് കഴിഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്യണം? കോളൻ ഇടണം. ഇത് മറന്നു പോവല്ലേ. ഇടാതിരുന്നാൽ എന്താ പ്രശ്നം ഞാൻ കാണിച്ചു തരാം. എൽസ് കോളൻ ഇടണം, ഇട്ടില്ലെങ്കിൽ കിട്ടത്തില്ല. ഓക്കെ, എൽസിനകത്ത് പ്രിന്റ്. പക്ഷെ ഈ സംഭവം നമ്മൾ എന്ത് ചെയ്യണം? പ്രിന്റ് അകത്തേക്ക് ഇരിക്കണം, ഇത് പുറത്തോട്ടിരിക്കരുത്, ഇത് അകത്തോട്ടായിരിക്കണം. മനസ്സിലായോ? ഇല്ലെങ്കിൽ ഇൻഡന്റ് എറർ കാണിക്കും. അതൊക്കെ ഔട്ട്പുട്ട് ഞാൻ കാണിക്കും. മനസ്സിലായോ? ഓക്കെ, ഒന്ന് ഞാൻ റൺ ചെയ്യാണ്. ടെമ്പ് എന്ന് കൊടുക്കാണ്. എന്റെ ഫോൾഡർ ഞാൻ ചൂസ് ചെയ്യുന്നു, സേവ് ചെയ്തു. ടെമ്പായേ. അപ്പൊ എന്റർ ദ ടെമ്പറേച്ചർ എന്നതാ ഇവിടെ ഐഡിയലി ഷെല്ലിനകത്ത് ചോദിക്കുന്നുണ്ട്. ഞാനൊരു 180 കൊടുത്തു, എന്റർ അടിച്ചു. ഹൈ ടെമ്പറേച്ചർ. പ്രോഗ്രാം എന്ത് എളുപ്പമാ. നിങ്ങൾക്ക് ഫസ്റ്റ് ലൈൻ തരും, സെക്കൻഡ് ലൈൻ തരത്തില്ല, തേർഡ് ലൈൻ തരും, ഫോർത്ത് ഫിഫ്ത്ത് ഒക്കെ തന്നില്ല. നമുക്ക് ഇങ്ങനെയാണ് മനസ്സിലാക്കിക്കോണം. ഓക്കെ, ഓരോ കാര്യങ്ങൾ മനസ്സിലാക്കി പഠിക്കുകയാണെങ്കിൽ ഈ പൈത്തൺ ഏറ്റവും എളുപ്പമാണ്. ഇനി നമുക്ക് അടുത്തൊരെണ്ണം ചെയ്യാം. വീണ്ടും നമ്മൾ റൺ മൊഡ്യൂൾ അടിക്കണം, എന്നാലും നമുക്ക് അടുത്ത മോഡ് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഇപ്പൊ ഞാൻ 100 കൊടുത്തു. എനിക്ക് എന്ത് തരണം? നോർമൽ ടെമ്പറേച്ചർ. ഇത്രയുള്ള പ്രോഗ്രാം. ഓക്കെ ആണല്ലോ, സെറ്റ് അല്ലേ? ഇതേ മോഡൽ ഏത് ചോദിച്ചാലും ചെയ്യണം. ഇനി ഞാൻ അടുത്തൊരു ക്വസ്റ്റ്യൻ ചെയ്യാം. നെക്സ്റ്റ് മോഡൽ എന്ന് പറയുന്നത് ഒരു ഏരിയ കാണുന്ന ഫയൽ, ഒരു പ്രോഗ്രാം ചെയ്യാം. ഫസ്റ്റ് നമുക്ക് ലെങ്തും ബ്രെഡ്ത്തും തന്നിട്ടുണ്ട്. L is equal to 30, B is equal to 20, then A is equal to, ഏരിയ ആണ്, ക്യാപിറ്റൽ A ആണ്. A is equal to എന്ത് ചെയ്യാ? L into B ആണ്. പ്രിന്റ് കൊടുക്കുക. ഇതൊക്കെ നമുക്ക് സിമ്പിൾ ആയിട്ട് പ്രോഗ്രാം ചോദിച്ചാൽ നമുക്ക് ചെയ്തൂടെ? പ്രിന്റ് ബ്രാക്കറ്റ് ഇടണം, അകത്തേക്കാക്കി ഡബിൾ കോട്ട്സ് ഇടുക. എന്താ കൊടുക്കണ്ടേ? ഏരിയ ഈസ് എന്ന് കൊടുത്തിട്ട് ഈ ഡബിൾ കോട്ട്സിന് പുറത്ത് കോമ ഇടുക, ക്യാപിറ്റൽ A തന്നെ കൊടുക്കുക. നിങ്ങൾക്ക് ഇതിന് പകരം ഒരു U ആണ് തന്നേക്കുന്നത്. ഓക്കെ, അപ്പൊ ഇങ്ങനെയാണ് പ്രോഗ്രാം തന്നേക്കുന്നത്. അപ്പൊ ഇതിനകത്ത് എന്തൊക്കെ മാറ്റങ്ങൾ വരുമെന്ന് നമുക്ക് നോക്കാം. റൺ മൊഡ്യൂൾ അടിച്ചു, ഓക്കെ അടിച്ചു. ഇവിടെ നമ്മൾ ഏരിയ എന്ന് സേവ് ചെയ്തു. ഓക്കെ, അപ്പൊ കണ്ടോ കാണിച്ചേക്കുന്നേ? ദ നെയിം യു ഈസ് നോട്ട് ഡിഫൈൻഡ്. ഇത് ഓൾറെഡി അവിടെ പറഞ്ഞിട്ടുണ്ട്. ഏരിയ യു എന്ന് പറയുന്ന ലൈനിൽ തെറ്റുണ്ട്. അപ്പൊ എന്താ മനസ്സിലായേ? എയിലേക്കാണ് L into B എടുത്തിരിക്കുന്നത്. പിന്നെ യു എന്ന് പറയുന്ന ആരാ? ഇതുമായിട്ട് ഒരു ബന്ധവും ഇല്ല. അപ്പൊ ഞാൻ ക്യാപിറ്റൽ A തന്നെ, അല്ലെ സ്മോൾ A ഞാൻ കൊടുത്തു. എനിക്ക് ഔട്ട്പുട്ട് ഇട്ടോ നോക്കാം. അതും തെറ്റാണ് അല്ലെ? ക്യാപിറ്റൽ A ആണോ നിങ്ങൾ മീൻ ചെയ്തത് ചോദിച്ചേക്കുന്നുണ്ടോ? അപ്പൊ എന്ത് മനസ്സിലായി? ഇവിടെ ക്യാപിറ്റൽ A തന്നെ കൊടുക്കണം. ഇനി റൺ മൊഡ്യൂൾ ചെയ്തു, ഓക്കെ അടിച്ചു. ഏരിയ 600 ചോദിച്ചേക്കുന്നുണ്ടോ? ഇതിപ്പോ നമുക്ക് ഡയറക്റ്റ് വാല്യൂ തരുവാണെങ്കിലാണ്. ഇനി നിങ്ങൾക്ക് വേറൊരു ക്വസ്റ്റ്യൻ ചോദിക്കാം. L is equal to ഇൻപുട്ട്, enter the length of a rectangle. ക്വസ്റ്റ്യനിൽ പറഞ്ഞേക്കുന്നു. then B യും ഇത് തന്നെ, ഇൻപുട്ട് കോപ്പി ചെയ്തു, ഞാൻ പേസ്റ്റ് ചെയ്തു. ഇവിടെ ബ്രെഡ്ത്ത് of a rectangle, then A is equal to L into B, area. Okay, run ചെയ്ത് നോക്കാം. enter the length of rectangle. rectangle കൊടുക്കുക 10, enter അടിക്കുക. ബ്രെഡ്ത്ത് ചോദിച്ചേക്കുന്നു 20. അപ്പൊ എന്താ വന്നേക്കുന്നേ നോക്ക്. നിങ്ങൾക്ക് ഇങ്ങനെ ആയിരിക്കും ക്വസ്റ്റ്യൻ തന്നേക്കുന്നത്. നിങ്ങൾ അടിച്ചപ്പോ നിങ്ങൾക്ക് ഇതുപോലെ തെറ്റാ വന്നത്. എന്താ മനസ്സിലായി? can multiply sequence by non int of type str. int എന്ന് വന്നേക്കുന്നുണ്ടോ? string എന്ന് വന്ന മനസ്സിലായോ?
അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞു തന്നില്ലേ, സ്ട്രിങ്ങിനെ നമ്പർ ആക്കി കൺവേർട്ട് ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ ഇന്റ് എന്ന് പറഞ്ഞൊരു ഫംഗ്ഷൻ യൂസ് ചെയ്യുന്നത്. അപ്പൊ IND ഇന്റ് കൊടുത്തൊരു ബ്രാക്കറ്റ് കൊടുക്കണം, അതുപോലെ തന്നെ ഇവിടെ ക്ലോസ് ചെയ്യണം. അപ്പൊ ഇവിടെ അത് തന്നെ എന്താ, ഇന്റ് കൊടുക്കുക, ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുക, ഇവിടെ ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യുക. ഇനി നമുക്ക് ശരിയായി നോക്കാം. ഒരേ ഒരു വേർഡ് മാത്രം ഞാൻ ഒന്ന് കൊടുത്തുള്ളൂ, ഇന്റ്. അപ്പം കറക്റ്റ് ആയി നോക്കാം. 10, 20 കണ്ടോ, ഏരിയ ഈസ് 200. വെറും ഒരു ഇന്റിന്റെ ഒരു വ്യത്യാസത്തിൽ നമുക്ക് ഔട്ട്പുട്ട് കിട്ടാഞ്ഞത്. സമയം ഒരുപാട് കളയും, 2 മിനിറ്റ് മതി നമുക്ക് ഈ ക്വസ്റ്റ്യൻ ചെയ്ത് തീർക്കാൻ. ഓക്കെ, ദെൻ അടുത്ത മോഡൽ എന്ന് പറയുന്നത്, നിങ്ങൾ ഇഫ് ഒക്കെ സൂക്ഷിക്കണം. ഇഫ് എന്നൊക്കെ പറയുമ്പം കോളൻ ഇടണം, എൽസിന് കോളൻ എന്ന് വെച്ചാൽ 2 കുത്താണേ, എൻഡിൽ അതൊക്കെ ഇടണം. അത് മറന്നു പോരുത്, അത് ഇല്ലാതെയൊക്കെ അവർ തരും. അപ്പൊ പക്ഷേ നമ്മൾ റൺ ചെയ്യുമ്പോൾ അതിനകത്ത് എഴുതി കാണിക്കും. ഐഡിയയിലേക്ക് അങ്ങനെ ഒരു പ്രത്യേകത ഉണ്ട്, അതിനകത്ത് എഴുതി കാണിക്കും കേട്ടോ, മിസ്സിംഗ് എന്ന്, കോളൻ മിസ്സിംഗ് എന്ന് പറഞ്ഞ് കാണിക്കും. അപ്പൊ കോളൻ ഇട്ട് കൊടുക്കുക. ഇനി നമുക്ക് വേറെ ക്വസ്റ്റ്യൻ ചെയ്യാം. ഫയൽ, ന്യൂ ഫയൽ എടുത്തിട്ട് ഇനി ഏത് ക്വസ്റ്റ്യനാ, ഏത് മോഡൽ വേണം? ഫോർ ലൂപ്പിൽ ഒരെണ്ണം ചെയ്യാം അല്ലേ. നിങ്ങളുടെ ടെക്സ്റ്റിലുള്ള ഒരു ഫോർ മോഡൽ. നിങ്ങളുടെ ടെക്സ്റ്റിൽ കുറെ പ്രോഗ്രാംസ് ഉണ്ട്. ഞാൻ വിചാരിച്ചു നിങ്ങൾക്ക് എക്സാമിന് ചോദിക്കുന്ന ടൈപ്പിലുള്ള പ്രോഗ്രാംസ് ഡിസ്കസ് ചെയ്യാന്ന്. ICT പാർട്ട് 1 ഇത് നമ്മളിപ്പോ ചെയ്തു. ഒരു മൈതാനത്തിന്റെ നീളം 120 മീറ്ററും വീതി 50 മീറ്ററുമായ പരപ്പളവ് ഏരിയ കാണുന്നത്. ഇംഗ്ലീഷ് മീഡിയം ടെക്സ്റ്റ് എടുക്കാം. ഇംഗ്ലീഷിലെ പൈത്തൺ അല്ലേ. പൈത്തൺ പ്രോഗ്രാമിൽ കുറെ ഉണ്ട്, ഇഫ് എൽസ് ഒക്കെ ചെയ്യുന്നുണ്ട്. ഒരുപാടൊന്നുള്ള ചോദിക്കത്തില്ല കേട്ടോ, സിമ്പിൾ ആയിട്ടൊക്കെ ഉള്ളതാ ചോദിക്കുന്നത്. ടർട്ടിൽ ഇമ്പോർട്ട് ഈ സംഭവം പഠിച്ചിരിക്കണേ, ഇത് തിയറിക്കൊക്കെ ചോദിക്കും. അതായത് ടർട്ടിൽ ഇമ്പോർട്ട് ഫോർവേഡ് 100 എന്ന് പറയുമ്പോൾ എന്താ നമുക്ക് കിട്ടുന്നത്, ഇങ്ങനെ ഒരു വരിക. ഇതൊക്കെ ഔട്ട്പുട്ടിൽ ചോദിച്ചിട്ടുണ്ട് കേട്ടോ. അതുപോലെ ഈ റൈറ്റ് 90 ഒരു റെക്ടാംഗുലർ സ്ക്വയർ ഒക്കെ കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് 2 ഓപ്ഷൻസ് സെലക്ട് ചെയ്യാനുണ്ട്. അപ്പൊ എന്തൊക്കെ ചെയ്യണം? ഒന്ന് റൈറ്റ് 90 സെലക്ട് ചെയ്യുന്നതും ഫോർവേഡ് 100 വരുന്നതുണ്ട്. അങ്ങനെയൊക്കെയുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ട്. പിന്നെ ഈ കളർ വരുന്നത് ഏതൊക്കെയാണെന്ന്, റെഡ്, ഒരു റെഡ് കളറിലെ സ്ക്വയർ വരയ്ക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് അതിനകത്ത് ഓപ്ഷൻസിൽ കളർ റെഡ് എന്ന് പറഞ്ഞൊക്കെ തന്നിട്ട്, അപ്പൊ നമ്മൾ റെഡും വേണം, റൈറ്റ് 90 വേണം. ഈ 45 വരുന്ന എന്തിനാ, അതായത് ഓരോ ഷേപ്പുകൾ നമുക്ക് വരയ്ക്കാനാണ്. 45 ഷേപ്പ് വരുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? ഒക്ടഗൺ ഒക്കെ കിട്ടും, 8 സൈഡുള്ള ഒക്ടഗൺ കിട്ടും. ദെൻ ഇത് കണ്ടോ, സർക്കിൾ 100ന്റെ മീനിങ് എന്താ? റേഡിയസ് 100 ആയിരിക്കും വരുന്നത്. അങ്ങനെയൊക്കെയുള്ള ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നുണ്ട്, തിയറിക്കും ചോദിക്കുന്നുണ്ട്. പിന്നെ ഇതൊക്കെ തിയറിക്ക് ചോദിക്കുന്നുണ്ട് കേട്ടോ. ഇത് തിയറിക്കും ചോദിക്കുന്നുണ്ട്, പ്രാക്ടിക്കലും ചോദിക്കുന്നുണ്ട്. ഇതേ മോഡലില്, ഇത് തന്നെയല്ല, ഇതേ മോഡലിലെ ക്വസ്റ്റ്യൻസ്. ഇപ്പൊ നമുക്ക് നോക്കാം. ഇത് അതാണ് 4i in range. എന്താ ക്വസ്റ്റ്യൻ? വാട്ട് ഈസ് ദ പൈത്തൺ പ്രോഗ്രാം ടു പ്രിന്റ് ഈവൻ നമ്പേഴ്സ് ഫ്രം 20 to 40? നേരത്തെ നമ്മൾ വൈൽ ലൂപ്പ് വെച്ചൊക്കെ ചെയ്ത്, ഇപ്പൊ നമ്മൾ ഫോർ ലൂപ്പ് വെച്ച് ചെയ്യാൻ പോവാണ്. എങ്ങനെയാണ് ഈവൻ നമ്പേഴ്സ് 20 to 40 വരെ പ്രിന്റ് ചെയ്യുന്നത്? അപ്പൊ 4i ആണ് നമ്മളൊരു വേരിയബിൾ കൊടുക്കുന്നതേ ഉള്ളൂ. ഐക്ക് വരെ ഏത് വേരിയബിളും നിങ്ങൾക്ക് കൊടുക്കാം. അപ്പൊ ഐയുടെ വാല്യൂ എവിടം തൊട്ട് എവിടം വരെ പോകണം? 20 സ്റ്റാർട്ട് ചെയ്യണം, 42 വരെ പോകണം. എന്നിട്ട് എന്ത് ചെയ്യണം? 2 വീതം ഡിഫറൻസ്. 40 എടുത്തു കഴിഞ്ഞാൽ എവിടം വരെ വരും? 38 വരെ വരത്തുള്ളൂ. അപ്പൊ നമുക്ക് 42 കൊടുത്താലേ കിട്ടത്തുള്ളൂ. അപ്പൊ ഇവിടെ അങ്ങനെയുള്ള ഉണ്ട് നമുക്ക്. 20 സ്റ്റാർട്ട് ചെയ്തതാണ് 3 എണ്ണം. അപ്പൊ ഇത് തെറ്റാന്ന് മനസ്സിലായി, ഡി തെറ്റാണ്. 3 എണ്ണത്തിൽ ഏതോ ഒരെണ്ണമാണ്. 42 വരെ പോകണം. 42 ഇവിടെ ഉണ്ട്, ഇവിടെ 2 വരെ എന്നുള്ളത് തെറ്റാണ്. 42 ഉണ്ട് ഇവിടെ. ഓക്കെ, ഡിഫറൻസ് ഈവൻ നമ്പർ ആകുമ്പോൾ 2 വീതമാണ് ഡിഫറൻസ്. ആദ്യത്തില് 2. ഓക്കെ, ഇവിടെ 42 അത് തെറ്റ്, നമ്മൾ നേരത്തെ കട്ട് ചെയ്തു. ദെൻ ഇവിടെ ആ ഒരു ഡിഫറൻസ് തന്നിട്ടില്ല. അപ്പൊ നമുക്ക് മനസ്സിലായി എന്ത്? എ ആണ് കറക്റ്റ്. അപ്പൊ നമുക്ക് ചെയ്ത് നോക്കാം അത്. അപ്പൊ നമ്മൾ ഐഡിയലിക്കകത്തോട്ട് നമുക്ക് കൊടുക്കാം. 4i in range, ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുക, 20, 40 എടുത്തു കൊടുക്കാം. 40, 2 2 വീതം ഡിഫറൻസ്. എന്നിട്ട് പ്രിന്റ് ആയി. ഇങ്ങനെയാണ് നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ തന്നിരിക്കുന്നത്. നമ്മളോട് പറഞ്ഞേക്കുക 42 വരെ പോകണം, ഈവൻ നമ്പേഴ്സ് ആണ്. ഞാൻ റൺ മൊഡ്യൂൾ അടിച്ചു, സേവ് ചെയ്യുക. സേവ് ചെയ്തിട്ട് എന്ത് കൊടുക്കണം നമുക്ക്?
നമ്പേഴ്സ് എന്ന് കൊടുക്കാം. നമ്പേഴ്സ് എന്ന് കൊടുത്തു, സേവ് ചെയ്തു. എക്സ്പെക്ടഡ് കോളൻ, അപ്പൊ എന്ത് മനസ്സിലായി? 4ന്റെ അവിടെയും കോളൻ ഉണ്ട്, മറന്നുപോലെ. ദെൻ റൺ മൊഡ്യൂൾ അടിച്ചു, ഓക്കെ അടിച്ചു. അപ്പൊ എന്ത് ചെയ്തു? എക്സ്പെക്ടഡ് ആൻഡ് ഇന്റന്റ് ബ്ലോക്ക് ആഫ്റ്റർ ഫോർ സ്റ്റേറ്റ്മെന്റ് ഓൺ ലൈൻ 1. അതായത് ഈ പി എന്ന് പറയുന്ന സംഭവം കാണിച്ചേക്കുന്നുണ്ടോ? ഇതൊക്കെയാണ് തെറ്റ്, നമുക്ക് കാണിച്ചു തരും. ഇങ്ങനെ തെറ്റിൽ നിന്ന് പഠിച്ച് എടുക്കുമ്പോഴാണ് പൈത്തൺ എളുപ്പമാവുന്നത്. എല്ലാ പ്രോഗ്രാമിംഗ് ലാംഗ്വേജും അങ്ങനെയാണ്. നമ്മൾ പഠിക്കുമ്പോൾ തെറ്റ് വരണം, തെറ്റ് തിരുത്തിയാണ് നമുക്കത് പഠിക്കാൻ പറ്റുന്നത്. അല്ല കാണാതെ പഠിച്ചിട്ട് ഒരു കാര്യമില്ല. അപ്പൊ ഞാൻ ടാബ് പ്രസ് ചെയ്ത് അകത്തേക്കാക്കി. ഇന്റന്റ് എന്ന് വെച്ചാൽ എന്താ? ഈ ഒരു സ്പേസിങ്ങിനെയാണ് പറയുന്നത്. റൺ മൊഡ്യൂൾ അടിച്ചു, ഓക്കെ അടിച്ചു. ഇപ്പൊ 20 മുതൽ 38 വരെ പ്രിന്റ് ചെയ്തു. ഞാൻ നേരത്തെ പറഞ്ഞു തന്നല്ലേ. അപ്പൊ നമ്മൾ ഇവിടെ എന്താക്കണം? 42 ആക്കി നോക്കിയേ. 2 എഡിറ്റിങ്ങേ നമ്മളിപ്പോ ചെയ്യുന്നുള്ളൂ. ഒന്ന് പ്രിന്റ് അകത്തേക്കാക്കി, ദെൻ ഇതാക്ക്. അപ്പൊ 20 മുതൽ 40 വരെ പ്രിന്റ് ചെയ്തു. ഓക്കെ ആണല്ലോ. ഇപ്പൊ എനിക്ക് 1 മുതൽ 100 വരെ പ്രിന്റ് ചെയ്യുന്നത്, ഈവൻ നമ്പർ പ്രിന്റ് ചെയ്യണം. അത് ചോദിച്ചാൽ ഫോർ ലൂപ്പ് ഇട്ട് നിങ്ങൾക്ക് ചെയ്യാലോ. നോക്കിക്കോണം, നമ്മൾ നേരത്തെ ചെയ്ത വൈൽ ലൂപ്പ് വെച്ച് അതേപോലെ ഫോർ ലൂപ്പ് ഇട്ടും ചെയ്യാം. പക്ഷെ എനിക്ക് 90 1 3 5 7 വെച്ച് 1 തൊട്ട് സ്റ്റാർട്ട് ചെയ്തോണ്ട് ഈവൻ നമ്പർ അല്ല, ഓഡ് നമ്പറാ വന്നേ. അപ്പൊ ഞാൻ 0 മുതൽ സ്റ്റാർട്ട് ചെയ്യാണ്. 0 മുതലാവുമ്പോഴോ 2 വീതം ഡിഫറൻസ്. അപ്പൊ എന്ത് വരും? 0 മുതലാകുമ്പം ഈവൻ നമ്പേഴ്സ് വരും, 1 മുതലാകുമ്പം ഓഡ് നമ്പേഴ്സ് വരും. പക്ഷെ 98 വരെ വന്നുള്ളൂ. ഞാനിപ്പോ ഒരു 101 വരെ കൊടുത്തു. ഈ 100 വരെ വരണം. നേരത്തെ നമ്മൾ കൊടുത്തതുപോലെ തന്നെ ഉണ്ടോ? 0 2 4 തൊട്ട് 100 വരെ കിട്ടി. അങ്ങനെ 1 തൊട്ട് 101 വരെ ആണെങ്കിൽ 1 മുതൽ 100 വരെ ഓഡ് നമ്പേഴ്സ് കിട്ടും. ഓക്കെ ആണല്ലോ. ഇപ്പൊ ഫോർ ലൂപ്പും വൈൽ ലൂപ്പും ഇഫും ഏകദേശം ഒക്കെ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇതേ മോഡലുള്ള ക്വസ്റ്റ്യൻസ് ആണ് നിങ്ങൾക്ക് ചോദിക്കുന്നത്. ഇത് 101 വരെ വരും. ഓക്കെ ആണല്ലോ. അപ്പൊ ഇതേ മോഡലുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും നിങ്ങൾ ചോദിക്കുന്നത്. ഇതൊന്ന് വർക്ക്ഔട്ട് ചെയ്ത് നോക്കുക. പല പല ക്വസ്റ്റ്യൻസ് നിങ്ങൾ തന്നെ മേക്ക് ചെയ്ത് കറക്റ്റ് ആക്കി എടുക്കുക. 120-50 മീറ്റർ ഉള്ള ഒരു ഫീൽഡിന്റെ ഏരിയ കാണുന്ന ക്വസ്റ്റ്യൻ ഉണ്ട്. അപ്പൊ ലെങ്ത് 120യും വിഡ്ത്ത് 50 ഇട്ട് ഏരിയ L × B കൊടുക്കുക. പ്രിന്റ് ഏരിയ എന്ന് പറഞ്ഞിട്ട് ആ ഏരിയ ഏരിയ കൊടുക്കുക. Then write that take t different numbers input to print the largest number ഒക്കെ ചെയ്യാൻ അറിയാലോ. A greater than B ആണ് പ്രിന്റ് A, else B greater than C ആണെങ്കിൽ പ്രിന്റ് B, B is greater than, then അല്ലെങ്കിൽ A greater than C. അങ്ങനെ വെച്ചിട്ട് വേണം ആ 3 നമ്പേഴ്സ് ചെയ്യാൻ. അപ്പൊ ഇതും എളുപ്പമുള്ളതാണ്. സ്കോർ വെച്ച് ഈ ഒരു മോഡലിൽ തന്നെ ചെയ്യുന്നതാണ്. പിന്നെ ഡ്രോ എ റെക്ടാംഗിൾ വിത്ത് എ ലെങ്ത് ഓഫ് 200 യൂണിറ്റ് ആൻഡ് വിഡ്ത്ത് ഓഫ് 100 യൂണിറ്റ് യൂസിങ് ബ്ലൂ, ഗ്രീൻ, റെഡ് ആൻഡ് യെല്ലോ കളേഴ്സ് ഫോർ ദ സൈഡ്. അപ്പൊ ഈ ക്വസ്റ്റ്യൻ നമുക്ക് അടുത്ത പാർട്ടിൽ ചെയ്യാം. നമ്മുടെ പൈത്തൺ ഗ്രാഫിക്സ് നമ്മൾ ഓൾറെഡി ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട്, അത് ജസ്റ്റ് ഒന്ന് നോക്കുക. അപ്പൊ ഈ മോഡലിലാണ് ഈ ക്വസ്റ്റ്യൻ ചെയ്യുന്നത്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഓക്കെ, നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ കമന്റ് ഇടുക. ഞാൻ ഈ ക്വസ്റ്റ്യൻ കൂടെ പറഞ്ഞുതരാം. ഈ 2-3 ക്വസ്റ്റ്യൻസും കൂടെ പറഞ്ഞു തരുന്നതായിരിക്കും. താങ്ക് യു സോ മച്ച്. പ്ലീസ് സബ്സ്ക്രൈബ് മൈ ചാനൽ.